തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു നിയോജകമണ്ഡലമായ കായ്പമംഗലത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ റിവ്യൂസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട് 5 വർഷം കൊണ്ട്. വികസനങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഭരണമാറ്റം ഉണ്ടായ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? കാര്യമൊന്നുമില്ല, ആര് ഭരിച്ചാലും വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. പൊതുജനത്തിന് തന്നെയാണ് ഏറ്റവും വലിയ തന്നെ കുറെ കടങ്ങളൊക്കെ അല്ലേ ഇനിയിപ്പോ അവര് വരുമ്പോഴും പെൻഷൻ. ഒരു ടാക്സി ഡ്രൈവർക്ക് കിട്ടുന്ന ശമ്പളം ശരിക്കും തികയുന്നുണ്ടോ? സാധാരണ വിലക്കയറ്റം അത്ര അധികം ഉണ്ട്. അതായത് EMI ഇല്ലാത്തൊരു കുടുംബം ഇല്ല ഈ കേരളത്തില്. അത്രയും ഞങ്ങളെ വീടൊക്കെ ജപ്തിയിലെടുക്കും. അത്രയും സാമ്പത്തികമായിട്ട് മോശമായി ഇത് തൊഴിലില്ലായ്മ വന്നുകൊണ്ടിരിക്കുക അല്ലേ? എന്റെ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ 10,000 രൂപ കൊടുക്കേണ്ടി വന്നു. 7,500 രൂപ ടെസ്റ്റ് ഫീസ് ഉണ്ടായിരുന്നുള്ളത് 10,000 അടയ്ക്കേണ്ടി വന്നു. അതെല്ലാ എല്ലാ വണ്ടികളും ടെസ്റ്റിന്റെ ഫീസ് കൂട്ടിയിട്ടുണ്ട് അല്ലേ? 5 വർഷത്തെ എല്ലാ വണ്ടിക്കും കൂട്ടിയിട്ടുണ്ട്. 5 വർഷത്തിന് കിട്ടാനാണ് ഈ 10,000 രൂപ. 10,000 രൂപ ഇരുട്ടടി പോലെ കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഒരു ഭരണമാറ്റം ഉണ്ടാവും, ഇതിനൊക്കെ സാധ്യമാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. അതൊന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കഴിഞ്ഞ 5 വർഷം കായ്പമംഗലത്ത് വന്നിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും പറയാൻ പറ്റുമോ? കഴിഞ്ഞ 5 വർഷം ഏത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ ടോട്ടലി വികസനമുണ്ട്. ടൈസൺ മാഷ ഇതുകൊണ്ട് വികസനം. മംഗലത്തിന്റെ വികസനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അടിപൊളിയാണ്. ഉഷാറായി വരുന്നുണ്ട് കൈപ്പള്ളുന്ന കാര്യങ്ങളൊക്കെ.